Okay, so November 4th നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് ട്രിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, Zebronics എന്ന് പറഞ്ഞ ബ്രാൻഡ് 2 പുതിയ ട്രിമ്മറുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിയാം. ഇനി ഇത് ബഡ്ജറ്റ് ട്രിമ്മറുകളാണ്. ഈ ട്രിമ്മറിന് വില വരുന്നത് 799 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. ഇത് 1799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡി ഗ്രൂമിംഗ് കിറ്റും കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം ഒന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് Zebronics എന്ന പറയുന്ന ബ്രാൻഡ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത 2 ട്രിമ്മറുകളാണ്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ഫുൾ ഗ്രൂമിംഗ് കിറ്റാണ്, ഇത് ട്രിമ്മർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രിമ്മറിൻ്റെ പേര് HT101 എന്നാണ്. അപ്പോൾ HT101 ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ. ഓക്കെ, ഒരു എലിഗൻ്റ്ലി ലുക്കിംഗ് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ട്രിമ്മറാണിത്. അപ്പോൾ ഇവിടെ Zebronicsൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ടോട്ടലി ഒരു പ്രീമിയം ഫീൽ വന്നിട്ടുണ്ട്. ഇതെന്താണല്ലേ ഒരു ചെറിയൊരു ഓട്ട കൊടുത്തിട്ടുണ്ട്. ഇത് ഹാങ്ങിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാഷ്റൂമിലൊക്കെ നമ്മൾ ഈ ഒരു ടവലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിട്ട് ഹാങ് ചെയ്ത് വെക്കല്ലേ, അതിനകത്ത് നമുക്കിത് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഹോൾ കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് മെറ്റാലിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേ നമുക്ക് ഹെഡ്, ഈ ഒരു ഹെഡ് ഡിറ്റാച്ചബിൾ ഹെഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ട്രിമ്മർ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകും. അപ്പോൾ ഇതിനകത്ത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, സിംഗിൾ സ്പീഡ് മാത്രമേ ഉള്ളൂ, ഓൺ ഓഫ്. സോ ബോക്സിനകത്ത് നമുക്ക് എൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. USB കേബിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജർ വേണം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ചാർജറിൽ കുത്തിയിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റായിട്ട് നമുക്ക് അഡാപ്റ്റർ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ കിറ്റിനുള്ളിൽ കുറേയധികം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണുള്ളത്? ഓക്കെ, അപ്പോൾ ഇത് കോമ്പുകളാണ്. ഇത് 3 മില്ലിമീറ്ററിൻ്റെ കോമ്പ്. ഇത് എത്രയാണ്? ഇത് 6 മില്ലിമീറ്ററിൻ്റെ കോമ്പ്. ഇത് ലൂബ്രിക്കേഷൻ ഓയിലാണ്. ലൂബ്രിക്കൻ്റ് ഓയിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾക്ക് 9 മില്ലിമീറ്ററിൻ്റെ കോമ്പും 12 മില്ലിമീറ്ററിൻ്റെ കോമ്പ്. ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടെ കിട്ടുന്നുണ്ട്. ഡബിൾ സൈഡഡ് ബ്രഷാണ് ഇത്. നമുക്ക് ഈ ഒരു കോമ്പിൻ്റെ ഇടയിലും അതേപോലെ ബ്ലേഡിൻ്റെ ഇടയിലുള്ള ആ ഒരു ഹെയറൊക്കെ നമുക്ക് തട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബ്രഷുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ട്രിമ്മറിൽ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എത്രയായിരിക്കും. ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടിൽ കുത്തി എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന്. കറണ്ടിൽ കുത്തി ഉപയോഗിക്കാം, ബാറ്ററിയിൽ ഉപയോഗിക്കാം. ഇനി ബാറ്ററി ലൈഫ് അവർ പറയുന്നത് 90 മിനിറ്റ്സ് ആണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഏകദേശം 90 മിനിറ്റ്സ് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 1 അവർ 15 മിനിറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് യൂസിൽ കിട്ടും. മാക്സിമം ആണ് അവർ പറയുന്നത് 90 മിനിറ്റ്സിൽ കിട്ടുമെന്ന്. ഇനി ഇതിനകത്ത് ചാർജിങ്ങിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് എന്ന് അവർ ഉദ്ദേശിച്ചത് നിങ്ങളൊരു 10 വാട്ടിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏകദേശം ഫുൾ ചാർജ് ആവാനായിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ആയി കിട്ടും. ഇനി ഇതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലേഡുകൾ റൗണ്ടഡ് ആണ്. ശരിയാണ്, നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇത് കൊള്ളുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുത്തൽ ഫീൽ ചെയ്യുന്നില്ല, കാരണം റൗണ്ടഡ് ആയിട്ടുള്ള ബ്ലേഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്ലേഡ് ഊരിയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കാം. ഈ സാധനം വാഷ് ചെയ്യരുത്, ബ്ലേഡ് മാത്രം ഊരിയിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും വയ്ക്കാം. പിന്നെ ഇതിനകത്ത് ലൂബ്രിക്കൻ്റ് ഉണ്ട്. ഒരു ലൂബ്രിക്കൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഓട്ടോ ഷാർപ്പനിങ് ബ്ലേഡുകളാണ്. അത് ഉപയോഗിക്കും തോറും ഈ 2 സാധനം ഉറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഷാർപ്പൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ഷാർപ്നെസ് പോകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര നാൾ ഷാർപ്നെസ് നിൽക്കും എന്നുള്ളതിന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇത് പുതിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രിമ്മർ മാത്രം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ, അതായത് ഏകദേശം ഒരു 800 രൂപയ്ക്ക് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ സ്പീഡുള്ളൂ, നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്തേത്, നമുക്ക് ഫൈനായിട്ട് ട്രിം ചെയ്യണമെങ്കിൽ ഓരോ ഈ ഒരു ക്ലിപ്പുകൾ ഇട്ടിട്ട് വേണം ട്രിം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾക്ക് ഫൈൻ ട്യൂൺ ചെയ്യാനോ കറക്റ്റ് ഇത്ര മില്ലിമീറ്റർ, ഇപ്പോൾ 15 മില്ലിമീറ്റർ 13 മില്ലിമീറ്റർ അങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് പറ്റില്ല. ബിൽഡിനായിട്ട് അവർ തരുന്ന കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ബാറ്ററി ലൈഫും അതേപോലെ തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ പക്കയാണ്. സോ ഡെഫിനറ്റ്ലി ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ പോകാൻ പറ്റുന്ന ഒരു ട്രിമ്മർ തന്നെയാണ്.
ഈ ഒരു 799 റുപ്പീസ് വരുന്ന ഈ HT101 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. ഇനി നമുക്ക് 6-in-1 ഗ്രൂമിംഗ് കിറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ HT106 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 3999 റുപ്പീസാണ്. 1749 റുപ്പീസിന് ഇപ്പോൾ ആമസോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ പെട്ടി കുറച്ചുകൂടെ വലുതാണ് മറ്റേതിൽ വെച്ചിട്ട്, കാരണം കുറേയധികം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഹെഡുകൾ കാണുന്നുണ്ട്. ശരിയല്ല, ഇഷ്ടംപോലെ ഹെഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ബോഡി ട്രിമ്മറാണ്. ഓക്കെ, ഇത് ബോഡി ട്രിമ്മറാണ്. ഇത് ഡിറ്റാച്ചബിളാണ്. നമുക്കിത് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വയ്ക്കാവുന്ന ഒരു ബോഡി ട്രിമ്മറാണ് ഈ കാണുന്നത്. ഇനി ഇതൊരു നോസ് ഹെയർ ട്രിമ്മറാണ്. ഓക്കെ, നോസ് ഹെയർ ട്രിമ്മർ വരുന്നുണ്ട്. ഇത് യൂഷ്വലി ചെറിയ സ്ഥലങ്ങൾ, അതിപ്പോൾ മീശയൊക്കെ ട്രിം ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, ഐബ്രോസ് ഒക്കെ ട്രിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഹെഡുള്ള ഒരു ട്രിമ്മറാണ്. ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇത് നോർമൽ നമ്മുടെ ഹെയർ ട്രിമ്മറാണ്. ബിയർഡ് ട്രിമ്മർ അല്ലെങ്കിൽ ഹെയർ ട്രിമ്മർ, നോർമൽ എല്ലാത്തിലും വരുന്ന നോർമൽ ഹെഡാണിത്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് ഇതിനകത്ത് പോകാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വരുന്നതെന്ന് പറയുന്നത് ഒരു 12 മില്ലിമീറ്ററിൻ്റെ കോമ്പാണ്. സോ 12 മില്ലിമീറ്ററിൻ്റെ കോമ്പാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്കൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ഇതൊരു ഷേവറാണ്. ഓക്കെ, നമുക്ക് ക്ലോസ് ട്രിം മാത്രമല്ലാതെ നമുക്ക് ഷേവും ചെയ്യാനായിട്ട്, എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് ഷേവാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷേവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഷേവിങ് ഹെഡും കൂടെയാണ് നമുക്കിതിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ട്രിമ്മറിലേക്ക് തന്നെ പോകാം. അപ്പോൾ കവറിനകത്തൊക്കെ ആക്കിയിട്ടാണ് ഒരു ട്രിമ്മർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്, മറ്റേത് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇത് ഗ്ലോസി ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഹെഡ് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ചെറിയ നീഡിലുള്ളതാണ്. ഇത് കുറച്ചുകൂടി ആഴമുള്ള നീഡിൽ, മറ്റേത് കുറച്ചുകൂടി കണ്ടില്ലേ ക്ലോസ് ആണ്, ഇത് കുറച്ചുകൂടി വൈഡാണ്. പിന്നെ ഇതിനകത്തുള്ള ബട്ടൺ ഇതാണ്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഓക്കെ, ഒരു ചെറിയ LED ഇൻഡിക്കേറ്ററും തന്നിട്ടുണ്ട്. ഇത് ഓപ്പറേറ്റിംഗ് ആണ് എന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, 2 സ്പീഡ് മോഡുകളാണുള്ളത്, 1, 2. ഇനി ഇതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൊപ്രൈറ്ററി ആയിട്ടുള്ളൊരു ചാർജിങ് പോർട്ടാണ്. ബാക്ക് സൈഡിൽ ഇതിൻ്റെ സീരിയൽ നമ്പറും മോഡൽ നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് നമുക്കിത് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഹെഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ പുൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, വേറെ ഏതെങ്കിലും ഇപ്പോൾ നോസ് ട്രിമ്മറിൻ്റെ ഹെഡാണ് വെക്കേണ്ടതെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളിത് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഹെഡുകൾ ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. എന്നാൽ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടിയിലും വേറൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണുള്ളത്? യെസ്, ഒരു ചാർജിങ് കേബിൾ. നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു ചാർജിങ് കേബിളാണ് ഇതിനകത്തുള്ളത്. ഒരു USB ആണ്. സോ അഡാപ്റ്റർ ഇല്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾക്കൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രേ എന്തിനാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റായിട്ടൊക്കെ വാഷ്റൂമിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ട്രേയിൻ്റെ അടിയിൽ ഇനിയും കുറേ സാധനങ്ങളുണ്ട്. ട്രേയിൻ്റെ അടിയിൽ നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? ട്രേയിൻ്റെ അടിയിൽ നമ്മൾക്ക് 6 മില്ലിമീറ്ററിൻ്റെ കോമ്പ്, 3 മില്ലിമീറ്ററിൻ്റെ കോമ്പ്, 9 മില്ലിമീറ്ററിൻ്റെ കോമ്പ്, നമ്മുടെ ഡബിൾ സൈഡഡ് ബ്രഷ്. ഇത് നമുക്കിപ്പോൾ മുടിയൊക്കെ വെട്ടുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചുകൂടെ സ്പേസും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വേണം. ക്ലോസ് ആയിട്ടുള്ള ട്രിമ്മല്ല വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണിത്. ഈ ഓൾറെഡി വരുന്ന ട്രിമ്മറിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് ലൂബ്രിക്കൻ്റ് തന്നിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഈ യൂസർ മാനുവലിൻ്റെ മുകളിലായിട്ട് കണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനും അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഇത്തരത്തിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇതിൽ തന്നെ വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഊരിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ സാധനമില്ലേ, ഈ സാധനം ഈ ഒരു ഹെഡുമായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഹെഡിൽ നമ്മളിതിങ്ങനെ അകത്ത് വെക്കുവാണെങ്കിൽ നമുക്കിത് 3 ലെവലിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1, 2, അതേപോലെ 3. അപ്പോൾ ഈ 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹെയർ ഒക്കെ ട്രിം ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നടുവിൽ വെക്കാം. ഓക്കെ, സോ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മൾക്ക് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത ഫുൾ ബോഡി ഗ്രൂമിംഗ് കിറ്റ് ആയിട്ടുള്ള നമ്മുടെ HT106 വരുന്ന ട്രിമ്മർ എന്ന് പറയുന്നതും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് IPX6 റേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്പ്ലാഷസും കാര്യങ്ങളൊക്കെ ബോഡിക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 2 സ്പീഡ് മോഡുകളുണ്ട് എന്നുള്ളതാണ്. സോ ഒരു നോർമൽ സ്പീഡും ഉണ്ട്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഇതിനകത്തേക്ക്
അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങൾ കണ്ട പോലെ ഇഷ്ടം പോലെ അറ്റാച്ച്മെൻറ്റുകൾ കിട്ടുന്നുണ്ട്. സോ ഓരോ ടൈപ്പ് ഓരോ സ്റ്റൈലിങ്ങിനും ഓരോ ബോഡി പാർട്ടിനും കാര്യങ്ങൾക്കെല്ലാം കിട്ടുന്ന വിവിധമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം കൺവീനിയൻസ് വൈസ് എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൻ്റെ ചാർജിങ് പോർട്ട് താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സപ്പോസ് നിങ്ങൾ ചാർജ് തീർന്നു പോയി പെട്ടെന്ന് എനിക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ മറ്റേതിൽ സൈഡിലാണ് കുത്തുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും വരില്ല. ചാർജ് ചെയ്തുകൊണ്ടായാലും ചാർജ് ചെയ്തിട്ടായാലും. ബാറ്ററി ലൈഫൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. 90 മിനിറ്റ്സ് ആണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 1 hour to 1 hour 15 minutes ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും ശരിയാണ്, ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. 2 to 3 hours ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാം. ഫാസ്റ്റ് ചാർജർ മീൻസ് ഒരു 10 വാട്ടിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 2-2.5 മണിക്കൂറിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തും റൗണ്ടഡ് ആയിട്ടുള്ള ബ്ലേഡിൻ്റെ എഡ്ജുകളാണ് വരുന്നത്. സെൽഫ് ഷാർപ്പണിങ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡുകളാണ് വരുന്നത്. അപ്പോൾ മറ്റേ മോഡലിൽ കണ്ട സകല കാര്യങ്ങളും സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 സ്പീഡ് മോഡ് എക്സ്ട്രാ ആയിട്ടുണ്ട്, IPX6 റേറ്റിംഗ് ഉണ്ട്. പിന്നെ അറ്റാച്ച്മെൻറ്റുകളും ഈ സാധനമൊക്കെ വെക്കാൻ പറ്റുന്ന ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ട്രേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള ചെറിയൊരു കാര്യം മാത്രമാണ്. ഇനി ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഫുള്ളി മാറ്റ് ആയിരുന്നു. ഇതിൽ ബാക്ക് സൈഡ് മാറ്റാണ്, എന്നാൽ ഫ്രണ്ട് സൈഡ് ഗ്ലോസി ആണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് കിട്ടുന്നത്. മറ്റേതിൽ ചെറിയൊരു ഡോട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 2 കണ്ണ് പോയിരിക്കുന്ന ഒരു ഷേപ്പിലാണ് വരുന്നത്. ചാർജ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ആയിരിക്കും, ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറിലായിരിക്കും കത്തി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.